അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടേഴ്സ് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. ഈ 2 തവണ എക്ടോപിക് പ്രഗ്നൻസി ആയ ട്യൂബിൽ കൂടെ തന്നെ ഇത് യൂട്രസിൽ എത്തി എന്നുള്ളത് അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അതിനാൽ തന്നെ അവർ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. വേറെ ഡോക്ടേഴ്സിനെ കൊണ്ട് 2-3 തവണ സ്കാനിങ് ഒക്കെ ചെയ്താണ് എൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്തത്. അതിനുശേഷം എല്ലാ തവണയും ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം കൈ വെച്ചിട്ടായിരുന്നു പോകുന്നത്. പ്രഗ്നൻസി ആവുന്നതിന് മുമ്പും ത്രൂ ഔട്ട് പ്രഗ്നൻസിയും ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ വയറ്റിൽ പുരട്ടുകയും പിന്നെ ഉടമ്പടിയുടെ ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു. പ്രഗ്നൻസി സമയത്ത് എനിക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ അബോർഷൻ ആയതുകൊണ്ട് എനിക്ക് പ്രഗ്നൻസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇഞ്ചെക്ഷൻസ് ഒക്കെ ഡോക്ടർ തന്നിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഒരു വൊമിറ്റിംഗ് പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് നേരത്തെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് മാത്രം ഡോക്ടേഴ്സ് എന്നോട് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ബെഡ് റെസ്റ്റ് എടുത്തു.